എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മിനിയോൺ കേക്ക് ഡിസൈനുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് മൈദാമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ച് മാറ്റി വെക്കണം. ഇത് നമ്മൾ ഒരു തവണയൊന്ന് അരിച്ചതിന് ശേഷം ഞാൻ വിസ്ക് കൊണ്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 7 ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് തേച്ച് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യമേ നമ്മൾ സൺഫ്ലവർ ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മൾ കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കി വെക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 3 എഗ്ഗാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ബൗളിലേക്ക് 3 എഗ്ഗ് ഉടച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ എഗ്ഗൊക്കെ ഉടച്ചൊഴിക്കുന്ന ബൗളിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു നുള്ള ഉപ്പും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുന്നത് വരെ ആദ്യം നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ എഗ്ഗൊക്കെ ഒന്ന് പതഞ്ഞ് തുടങ്ങി. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വേണ്ട പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ പഞ്ചസാര പൊടിച്ചെടുത്തത് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി പഞ്ചസാര പൊടിച്ചത് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ എഗ്ഗിൻ്റെ ആ ഒരു കളറും ഒക്കെ ഒന്ന് ചേഞ്ച് ആവും. നല്ല ഒരു ക്രീമി ആയിട്ട് വരും. അപ്പോൾ ആ ഒരു പാകത്തിനാവുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ പഞ്ചസാര ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത്. നമ്മൾ 2-3 തവണയായിട്ട് വേണം ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാൻ. ചെറിയ തരിയുള്ള പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിക്കാതെയും ചേർത്ത് കൊടുക്കാം. പക്ഷേ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വരുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ കേക്കിൻ്റെ ആ ഒരു ബേസിൽ പഞ്ചസാരയൊക്കെ ഇങ്ങനെ കിടപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ എഗ്ഗൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. സൺഫ്ലവർ ഓയിൽ ചേർത്തതിന് ശേഷം നമ്മൾ ഒരുപാട് ടൈമൊന്നും ബീറ്റ് ചെയ്തെടുക്കണ്ട. ജസ്റ്റ് ഓയിലൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ആദ്യമേ തന്നെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അത് പതിയെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇത് ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഓവർ മിക്സിങ് പാടില്ല. പിന്നെ നമ്മൾ ഒരുപാട് സ്പീഡിൽ ഫോൾഡ് ചെയ്തെടുത്താൽ എഗ്ഗൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിരിക്കുന്നത് താന്നു പോകും. അപ്പോൾ അങ്ങനെ താന്നു പോയാൽ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്നും പൊങ്ങി വരില്ല. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ രണ്ടാമത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്ന കൂടെ 1 ടേബിൾ സ്പൂൺ പാലും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഞാൻ വീണ്ടും കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ 1 ടേബിൾ സ്പൂൺ കൂടി പാല് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി ആഡ് ചെയ്തിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇത് നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇത് 1-2 തവണയൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് നമ്മുടെ ഈ കേക്ക് ടിന്ന് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓവനൊക്കെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുന്നത് പോലെ തന്നെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രവും ആദ്യമേ തന്നെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഞാൻ സാധാരണ ചെയ്യാറ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എഗ്ഗ് ബീറ്റ് ചെയ്തതിലേക്ക് മിക്സ് ചെയ്യുന്നതിന് മുമ്പേ ഈ പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മൂടി വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഈ കേക്ക് ടിന്ന് ഇറക്കി വയ്ക്കുക. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം. എന്നിട്ട് ഇതിന് മുകളിലേക്ക് ഒരു വെയിറ്റും കൂടി ഒന്ന് വെച്ച് കൊടുക്കണം.
അതിനുശേഷം നമ്മൾ ഒരു 30-35 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴേക്കും ഓപ്പൺ ചെയ്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ഈ കേക്ക് ബേക്ക് ആയിട്ടുണ്ടാവും. ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ആദ്യമത്തെ ഒരു 3 മിനിറ്റ് വയ്ക്കുക, അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ഒരു 35 മിനിറ്റ്സിന് ശേഷമാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്ക്യൂർ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഈ കേക്ക് നമ്മൾ നന്നായിട്ട് തണുത്തതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുത്തു. ഇനി ഞാൻ ഇത് 2 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തു, എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ അതിന് മുകളിലേക്ക് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ അല്ലാതെ വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ലെയറും വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിൽ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നമ്മൾ ക്രീം അതിന് മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 2 ലെയേഴ്സായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഈ ഒരു ലെയറും കൂടെ വരുന്നുള്ളൂ. ഇപ്പോൾ 3 ലെയേഴ്സായിട്ടാണ് കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കുക, വീണ്ടും അതിന് മുകളിലേക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യുക, എന്നിട്ട് വീണ്ടും ക്രീം വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയറിലേക്കും ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് സൈഡിലും കൂടി ക്രീം ഒന്ന് വെച്ച് കൊടുക്കാം, എന്നിട്ട് വീണ്ടും അത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അതിനുശേഷം നമ്മൾ അതിന് മുകളിലേക്ക് മിനിയോൻ്റെ ഡിസൈൻ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വെച്ചതിന് ശേഷം എടുത്ത കേക്കാണ്. ഇനി നമുക്ക് മിനിയോൻ്റെ ഡിസൈൻ ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഐസ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഐസ് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരേ വലുപ്പത്തിലുള്ള 2 കുപ്പിയുടെ അടപ്പെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഒന്ന് വെച്ച് കൊടുത്തു. അപ്പോൾ ഐസിന് വേണ്ടിയിട്ടുള്ളതാണിത്. അപ്പോൾ ഐസിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ സ്പെക്സിന് വേണ്ടിയിട്ടുള്ളത് സൈഡിലൂടെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. കണ്ണടയുടെ കാലുകൾ നമുക്ക് താഴെ വരെ മാർക്ക് ചെയ്ത് കൊടുക്കാം. മിനിയോൻ്റെ ഒരു പെർഫെക്റ്റ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ണടയുടെ കാലുകൾ കൂടി വരച്ചു കൊടുക്കുന്നത്. മിനിയോൻ്റെ സ്മൈലിംഗ് ഫേസ് ആണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് സ്മൈലിംഗ് ലിപ്പും കൂടി ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ മിനിയോൻ്റെ സ്പെക്സിന് വരുന്നത് ഒരു ഡാർക്ക് ഗ്രേ കളറാണ്. ഗ്രേ കളർ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ചോക്ലേറ്റ് കളറാണ് ഇതിന് കൊടുക്കുന്നത്. റൗണ്ട് വരച്ചതിന് ശേഷം നമ്മൾ താഴേക്ക് വരച്ച ലൈൻസിൻ്റെ ബോർഡർ ഒന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിനുള്ളിലും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബോർഡർ വരച്ചതിന് ശേഷം ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരു സ്റ്റാർ നോസിലാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നോസിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഈ സൈഡൊന്ന് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും വരച്ചെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ കണ്ണിനുള്ളിലെ കൃഷ്ണമണിയാണ് വരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ അതേ സെയിം കളർ യൂസ് ചെയ്തിട്ടാണ് അതും ഒന്ന് വരച്ചു കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം നമുക്ക് ലിപ്പ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈസി ആയിട്ട് വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തത്. മിനിയോൻ്റെ കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബ്ലൂ ആൻഡ് യെല്ലോ ആണ്. അപ്പോൾ നമ്മൾ ഫേസിനൊക്കെ യെല്ലോ കളറും അതുപോലെ തന്നെ ബ്ലൂ കളർ ഡ്രസ്സിനുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഫേസിനുള്ള യെല്ലോ കളർ കൊടുക്കാം. വിപ്പിംഗ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 3 കളേഴ്സാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം 3 ബൗളിലേക്ക് കുറേശ്ശെയായിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു ബൗളിൽ ഞാൻ ബ്രൗൺ കളർ ആഡ് ചെയ്തു, അതൊന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ യെല്ലോ കളറും ബ്ലൂ കളറും അങ്ങനെ ഓരോ ബൗളിലെയും ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ആ കളേഴ്സാണ് നമ്മൾ ഇപ്പോൾ ഇതിലേക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫേസിൽ വരച്ച യെല്ലോ കളർ ഞാൻ ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് തന്നെയാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ നേരത്തെ വരച്ച ആ സ്റ്റാർ നോസിനേക്കാളും കുറച്ചും കൂടി വലിയ സ്റ്റാർ നോസിലാണ് ഇവിടെ ഫേസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്.
അപ്പോൾ നമ്മൾ ഫേസിൽ ഫുള്ള് യെല്ലോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവൻ്റെ മുടിയും കൂടി ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ മുടിയും ഞാൻ ബ്രൗൺ കളർ തന്നെ യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. ഇനി നമ്മൾ കേക്കിൻ്റെ സൈഡാണ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രസ്സിൻ്റെ കളറായ ബ്ലൂ ആണ് നമ്മൾ സൈഡിൽ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു സ്റ്റാർ നോസിൽ തന്നെയാണ് യൂസ് ചെയ്തിട്ട് ഷെൽ ഡിസൈൻ ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു സൈഡൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡും ഇതുപോലെ തന്നെ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഈ സൈഡ് നമ്മൾ ബ്ലൂ കളറിലെ ക്രീം യൂസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തതിന് ശേഷം നമുക്ക് കൃഷ്ണമണിക്ക് ചുറ്റുമുള്ള വൈറ്റ് പോർഷനും കൂടി നമ്മൾ വൈറ്റ് ക്രീം വെച്ചിട്ട് ഡിസൈൻ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിന്ന് സ്റ്റാർ നോസിൽ തന്നെയാണ് ഇതിനായിട്ടെല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മിനിയോൺ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഈ ഡിസൈനിലൊന്ന് തയ്യാറാക്കി കൊടുക്കുക, അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്